നമ്മളെ നിലനിർത്തുന്നത് പഞ്ചഭൂതങ്ങളാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരം. അന്നത്തെ കാലത്ത് എന്തെങ്കിലും കുടിലോ ഇല്ലെങ്കിൽ മരച്ചില്ലകളോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഒരു മറയുണ്ടാക്കി അവിടെ സംരക്ഷിക്കപ്പെടുകയായിരുന്നു. അത് പിൽക്കാലത്ത് അതിൻ്റെ ഓരോ പരിണാമം വന്നിട്ടാണ് ഇന്നത്തെ ഈ നിലയ്ക്കുള്ള ഗൃഹനിർമ്മാണത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ആദ്യത്തെ ഒരു തലമുറ പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ദേശമംഗലം മനയത്തെയായിരുന്നു. ആ ദേശമംഗലം മനയത്തെ മക്കളിലുണ്ടായ ആൾക്കാരാണ് സ്വർണ്ണത്തിൽ നിന്ന് വേട്ടത്. സ്വർണ്ണത്തിൽ നിന്ന് വേട്ടിട്ടുള്ള ആ അമ്മയുടെ മകനാണ് എൻ്റെ മുത്തശ്ശൻ. ഞങ്ങളുടെ പരമ്പര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുത്തശ്ശൻ്റേതായ 2 ഭാര്യമാരിലുള്ള സെറ്റ്. അതിൽ രണ്ടാമത്തെ ഭാര്യയിലുള്ള മകൻ്റെ മകനാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിൽ മുത്തശ്ശനായിട്ടാണ് കൊച്ചി രാജാവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചത്. അവിടെ തിരുവിതാംകൂർ രാജാവും വരാനിടയായി. അപ്പോൾ രാജാവ് ഇത് ആര് പണിയിപ്പിച്ചതെന്ന് ചോദിച്ചു. ആരാണ് അതിൻ്റെ രക്ഷാത്രമൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ കാണിപ്പേർ നമ്പൂതിരിപ്പാടാണ് പറഞ്ഞു. അപ്പോൾ തിരുവിതാംകൂർ രാജാവ് ഒന്ന് അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ഇതേമാതിരത്തിൻ്റെ ഒരു കൊട്ടാരം പണിയിൽ മുഴുവൻ കണക്കുണ്ടാക്കി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ അദ്ദേഹം പ്രത്യേകമായിട്ട് കാര്യം പറഞ്ഞു. അതേവരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നിട്ട് മുറജപത്തിന് പതിവില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി അത് പറ്റില്ല, മുറജപത്തിന് എല്ലാ കൊല്ലവും വരണം, ഞങ്ങൾ വഞ്ചി അങ്ങോട്ട് പറഞ്ഞയക്കും, അതിൽ കയറി വരണം, ഇവിടെ ഉണ്ടാവണം, അതിൻ്റെ ഒരു ഭാഗവാക്കാക്കണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെയാണ് മുറജപത്തിന് ഒരു ഭാഗവാക്കായി തീർന്നത്. അന്നോ അതിനു മുമ്പേ എന്നാണ് നമുക്ക് ഈ വാസ്തുശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ തച്ചുശാസ്ത്രത്തിൽ കാണിപ്പേർ തറവാട്ടുകാർ തുടങ്ങിയിരുന്നതെന്നുള്ളതിന് യാതൊരു തെളിവൊന്നുമില്ല. പിന്നെ ഒന്ന് കണ്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിലകം റെക്കോർഡിൽ പലതും കണ്ടുണ്ട്. ശതധാരമുത്സമക്ഷീയമാണാം വിവശ്ചിതം പിതരം മത്വാനാം മേളീമദന്തം പിത്രോരുപസ്ഥേതം രോദസീവിവൃതം സത്യവാചം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അന്നത്തെ ഒരു 4.5 ക്ലാസ് ഉണ്ട്. ആ 4.5 ക്ലാസ് അടക്കം ഒരു കൊല്ലം തോറ്റതടക്കം 11-12 കൊല്ലം സ്കൂളിൽ പഠിച്ചു. കളിക്കാനൊന്നും നേരം ഉണ്ടാവും, സ്കൂളിലേക്ക് സമയമൊന്നും ഉണ്ടാവില്ല. അന്ന് കളിക്കാനൊന്നും. പിന്നെ സ്കൂൾ പൂട്ടിയ കാലത്താണ് മരുമകളേലും ഉപ്പുമാവ് ഉണ്ടാക്കലും അവിടെ കുട്ടിപ്പര. സ്കൂൾ പാസ്സായപ്പോൾ എൻ്റെ അമ്മ ശങ്കരനമ്പൂരിപ്പാട് പറഞ്ഞ മുത്തപ്പന് എഴുത്ത് കൊടുത്തയച്ചു. ഇങ്ങനെ പ്രസ്സിൽ, അത് പഞ്ചാംഗം പ്രസ്സൊക്കെ ഉണ്ട്, അവിടെ ജോലിയായിട്ട് ഇവിടെ നിർത്തിയാൽ മതി, എങ്കിലും പറഞ്ഞയക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് എഴുത്ത് കൊടുത്തയച്ചു. എഴുത്ത് കൊടുത്തയച്ചപ്പോൾ ആ മുത്തപ്പൻ എഴുത്ത് കിട്ടിയ ഉടനെ അങ്ങനെയല്ല, ഉടനെ അന്ന് മുത്തപ്പന് കാറൊക്കെ ഉണ്ട്, കാറെടുത്ത് അവിടെ വന്നു. വല്യച്ഛന്മാരോട് പറഞ്ഞ് പറ്റില്ല, കോളേജ് ഉടനെ ചേർക്കണം,
എന്നിട്ട് ഒരു വല്യച്ഛനെയും കൂട്ടി നേരെ കേരളത്തിലേക്ക് പറഞ്ഞു. അവിടുന്ന് അപേക്ഷാ ഫോറം മേടിച്ചു, ഈ പ്രീ യൂണിവേഴ്സിറ്റി ചേർന്നു. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം. ആദ്യം കാശ് മുടക്കി കുഞ്ചുണ്ണിയപ്പനെ ചേർത്തത്. കുഞ്ചുണ്ണിയപ്പൻ എന്ന് പറഞ്ഞ് ശങ്കരൻ നമ്പൂതിരിപ്പാട് വന്നവരെ. പക്ഷേ പിന്നീട് മുഴുവൻ വല്യച്ഛൻ ഏട്ടൻ്റെ അച്ഛൻ തന്നെയാണ്, സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് തന്നെയാണ് എനിക്കുള്ള ചെലവിനും. എന്താ കാരണത്തിൽ ഞങ്ങളുടെ ഭാഗം കഴിഞ്ഞപ്പോൾ മുഴുവൻ ശങ്കരൻ ഞങ്ങളുടെ ഭാഗവും രണ്ടും ഒരേപോലെ ആയത് കാരണം ഒന്നിച്ചുള്ള ഭരണവും ഒന്നിച്ചുള്ള താമസവും ആണ് എൻ്റെ പ്രായപൂർത്തിയാവുന്നവരെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ വല്യച്ഛനാണ് എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. അപ്പോൾ ആ വല്യച്ഛൻ്റെ നിന്നാണ് ചെന്നാൽ കാശ് മേടിക്കേണ്ടതും കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതേമാതിരി ആർക്കൊക്കെ വേണ്ടത് മേടിച്ച് കൊടുക്കുക എന്നുള്ള ഒരു തത്വമാണ് ഉണ്ടായിരുന്നതെന്ന് മാത്രം. അതെ, BSc ഒടുവിലത്തെ കൊല്ലം പഠിക്കുമ്പോഴാണ് അച്ഛൻ അപ്പോൾ നാരായണന് ഒരു വയസ്സ്. നാരായണന് ഒരു വയസ്സ്. ആ സമയത്ത് ഭാഗം കഴിഞ്ഞു വെച്ചാലും ഞാൻ പഠിക്കാൻ പോയി കേരളമേല. അപ്പൊ അതുകൊണ്ട് ഇവിടെ 11 വയസ്സായ അനിയൻ മാത്രമേ ഉള്ളൂ. പിന്നെ അനിയനാണ് കുറച്ച് ചാർജൊക്കെ. ബ്രഹ്മസമ്മടത്തിൽ അവിടെ ഒരു മുറിയിൽ താമസിച്ച് ബ്രഹ്മസമ്മടന്ന് ഊണ് കഴിച്ച് കോളേജിൽ പോവുക. 2 കൊല്ലം. പിന്നെ എന്ന് വെച്ചാൽ 15-16 വയസ്സിൽ തന്നെ ഇവിടുന്ന് നാട് വിട്ട പോലെയാണ്. പലപ്പോഴായിട്ട് ഇവിടെ ഉണ്ടാവില്ല. നമ്മളൊക്കെ അല്ലെങ്കിൽ ഇല്ലത്തൊക്കെ ഉള്ളവരൊക്കെ തൃശ്ശൂർ യോഗക്കാരെ പറയും. വേദം പഠിക്കുകയാണെച്ചാലും ഒക്കെ ഇവിടെ പഠിക്കുന്നവർ മുഴുവൻ തൃശ്ശൂർ യോഗക്കാരെന്നാണ്. മറ്റ് വേറെ തിരുനാവായ യോഗവും. അപ്പോൾ ഇവിടെ ഉള്ള യോഗക്കാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് സ്ഥിരം ഭക്ഷണം കൊടുക്കും 2 നേരവും. അതായത് കാലത്ത് 9 മണിക്ക് വന്നാൽ ഭക്ഷണം കിട്ടും. എന്താ വെച്ചാൽ കോളേജിൽ പോകാനല്ലേ, അപ്പോൾ അതിനനുസരിച്ച് വേണമല്ലോ ചെയ്യാൻ. അതുപോലെ തന്നെ രാത്രി 8 മണിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ അടുത്ത ലോഡ്ജിൽ താമസിച്ച് 9 മണിക്ക് വന്ന് ഭക്ഷണം കഴിക്കുക, ഉടനെ കോളേജിലേക്ക് പോവുക. രാത്രി വന്ന് ഭക്ഷണം കഴിച്ച് അത് അവരവരുടെ വിശ്രമ കേന്ദ്രത്തിലേക്ക് പോവുക. അപ്പോൾ ഞാനൊക്കെ ഇവിടെ 4 കൊല്ലവും ഈ പറഞ്ഞ വീട്ടിൽ ഇവിടെ ലോഡ്ജിൽ താമസിച്ച് ഈ 2 നേരം ഭക്ഷണം കഴിച്ച് ആണ് പഠിക്കുകയുണ്ടായിട്ടുള്ളത് എന്നർത്ഥം. അത് കഴിഞ്ഞ് പിന്നെ MSCക്കും ഒക്കെ പിന്നൊക്കെ സ്വയം തീരുമാനങ്ങളേ ഉള്ളൂ എന്നർത്ഥം. തൃശ്ശൂർ കേരളോർമയിൽ ആദ്യം 1 കൊല്ലം ജോലി ചെയ്തു. പിന്നെ ക്രൈസ്റ്റില് അത് 1 കൊല്ലം. 2 കൊല്ലം. 68-69 ആയപ്പോഴേക്കാണ് മുത്തപ്പന് പ്രായമായി. മുത്തപ്പൻ ഒറ്റയ്ക്ക താമസം. എനിക്ക് 29 വയസ്സായി. മാരേജ് കഴിഞ്ഞ ഉടനെയാണ്. സാധാരണ ഞങ്ങൾ 10 ഏപ്രിലാണ് താമസിക്കേണ്ടത്. 3 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന് നമ്മുടെ പുതിയ ഉദ്യോഗം എന്ന് പറയട്ടെ അല്ലെങ്കിൽ നിയോഗത്തിലേക്ക് മാറേണ്ട ഒരു സന്ദർഭമാണ് ഉണ്ടായത്. അപ്പോൾ വൈഫിന് കുടിവെച്ചതെന്ന് പറയട്ടെ ഇവിടുത്തെ അംഗമാക്കി മാറ്റി ഇവിടുന്ന് അണച്ചാലും ജീവിതം മുഴുവൻ പിന്നെ കുന്നംകുളത്തുള്ള ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുത്തപ്പൻ്റെ വസതിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിചരണം, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ എന്ന് പറയട്ടെ. അന്ന് ഒന്ന് കേട്ടിട്ടുണ്ട്, കുഞ്ചുണ്ണിയപ്പൻ പോകണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടാവാൻ പോവില്ല. അന്ന് പോകാൻ പറ്റില്ല. പുറത്തേക്ക് വയ്യായുള്ള ദിവസം പോകണ്ട പറഞ്ഞാൽ പിന്നെ അന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ 3-4 പ്രാവശ്യമായി ഉണ്ടാവും അവർ കൊണ്ടുപോകാനൊക്കെ വന്നിട്ടുണ്ടാവും ഇവിടെ. അപ്പോൾ അവരോട് പറയും നാളെ വരാൻ പറയും. അപ്പോൾ അവരും ചിലവർ ചുണ്ടിയെടുക്കും, ചിലവർ പിന്നെ പോവും. അങ്ങനെയാണ് വലിയ ആളെ ബഹുമാനിച്ചുകൊണ്ട് മുടങ്ങി പോവുക. അങ്ങനെ ധാരാളം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും യാത്രയൊക്കെ മുടങ്ങിയിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മരുമകൻ്റെ മകൻ KPC അനുജൻ ഭട്ടതിരിപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം കൂടിയിട്ടുള്ള കീഴ്വഴക്കം കാരണം അവരൊരാൾ അടുത്തുണ്ടെങ്കിൽ നല്ലതാണ് എന്നൊരു പ്രായാധിക്യത്തിൽ വന്ന ഒരു മോഹം. ഇല്ലത്തുള്ളവരാരെങ്കിലും വേണ്ടേ അവരവരുടെ കുടുംബത്തിലത്തെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എൻ്റെ പേരാണ്. അന്ന് മുതൽക്കാണ് ഈ 69-70 മുതൽക്കാണ് ഈ ഫീൽഡിൽ ഉണ്ടായത്. അന്നൊക്കെ തച്ചുശാസ്ത്രം എന്നേ ഉള്ളൂ. വാസ്തു എന്നുള്ളത് അടുത്ത കാലത്തേ വന്നിട്ടുള്ളൂ. കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ സ്ഥാപത്യ വേദത്തിലേക്കൊക്കെ എത്തിയത്. അതിന് അന്നത്തെ കാലത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം നോക്കി പോന്നു വിചാരിക്കുക. ഇന്ന വിധത്തിൽ കണക്കുണ്ടാക്കണ ഏകദേശമൊക്കെ കുറ്റിയറച്ച് പോന്നാൽ കാറിലാവില്ല പോരാ. അല്ലെങ്കിൽ ബസ്സിൽ പോരുന്ന കാലത്തായാലും കുന്നംകുളത്ത് എത്തുമ്പോഴേക്കും
അതിൻ്റെ കണക്ക് മുഴുവൻ മനസ്സിലുണ്ടാവും. അപ്പോൾ ആദ്യമൊക്കെ മുത്തപ്പനും കൂടിയിട്ടാണ് പോവുക. വളരെ ദുർലഭേ മുത്തപ്പനും കൂടി പോകാറുള്ളൂ. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി മുത്തപ്പൻ്റെ ഒപ്പം പോയിണ്ടാവുക ഒരു 4-5 തവണ 6 തവണ പോയിണ്ടാവുള്ളൂ. പിന്നെയൊക്കെ വന്നവരോട് മുത്തപ്പൻ പറയും, ഞാൻ ഇപ്പോൾ യാത്രയൊന്നുമില്ല, ഇയാളെ പറഞ്ഞേക്കാം. അപ്പോൾ അന്ന് എന്താ അങ്ങനെ കാരണം വെച്ചാൽ എൻ്റെ ചെറിയച്ഛൻ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ് സർവീസിലാണ്. അപ്പോൾ കുറച്ച് ദിവസം ലീവ് എടുത്ത് വന്നിട്ട് മുത്തപ്പൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലീവ് കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്യാണ്ട പറ്റില്ല. മുത്തപ്പൻ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ വീടുകളും നോക്കാൻ പോവില്ല പറഞ്ഞു. വേണമെങ്കിൽ ക്ഷേത്രത്തിന് പോവാം. അതൊക്കെ ഏട്ടൻ്റെ മകൻ അവിടെ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങി. ആ സമയത്ത് ചിലവരൊക്കെ വന്ന് സംശയം ചോദിക്കാൻ നിൽക്കുമ്പോൾ സഹായത്തിന് ഞാനും കുറേശ്ശെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ശാസ്ത്രപ്രകാരം ഓരോ ശാസ്ത്രവും അതിന് നിലനിൽക്കുന്ന തരത്തിലായി മാറുന്നതിന് പല ഉദ്ദേശമുണ്ടെന്നപ്പം. അപ്പോൾ ഈ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും പുഴ, നമ്മുടെ പ്രകൃതി, ആ മല, ഇങ്ങനെയുള്ളതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന്. അത് അടിസ്ഥാനപ്പെടുത്തിയേ ഗൃഹം വയ്ക്കുള്ളൂ. പഴയ ഇല്ലങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, നാലുകെട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ പൊതുവെ തെക്കിനി അല്ലെങ്കിൽ പടിഞ്ഞാറ്റി, അതായത് തെക്കേ വശത്ത് വരുന്ന വിങ്ങ് അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് വരുന്ന വിങ്ങ്, ഇത് രണ്ടാണ് ഉയരം കൂട്ടിപ്പണിയുക. വടിക്കിനി മുതലായവയുടെ ചാലകൾ അത് സെപ്പറേറ്റ് ചെയ്യാൻ മുകളിൽ ഉത്തരങ്ങളെ കൊണ്ട് അത് വെവ്വേറെ ആക്കും. നമ്മുടെ അതിയായുള്ള ചൂട് തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമായിട്ടാണ് കൂടുതലാണ്. അപ്പോൾ അത് കൂടുതൽ ഉയർത്ത് നിന്നാൽ ബാക്കിയുള്ള ഭാഗമൊക്കെ, പ്രത്യേകിച്ച് നടുമുറ്റത്തിൻ്റെ ഭാഗമൊക്കെ തണുത്തിരിക്കും. നടുമുറ്റിൽ നിന്നിട്ട് കാറ്റും അതേപോലെ തന്നെ ചൂടും അവിടെ നിന്നിട്ട് അബ്സോർബ് ചെയ്തിട്ടെന്ന് പറയട്ടെ, മേപ്പെട്ട് പോയി പുതിയ കാറ്റ് തെക്കുന്നും പടിഞ്ഞാറുന്നും വരികയും ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് കാഴ്ച കാണുമെങ്കിലും തത്വത്തിൽ അതിൻ്റെ മുഴുവൻ മുഖം ഉള്ളിലേക്കാണ്, പുറത്തേക്കല്ല. അപ്പോൾ ആ നാലുകെട്ടിനകത്തേക്ക് നടുമുറ്റത്തേക്ക് നോക്കി നിൽക്കുക എന്നുള്ളതാണ് ഒരു അടിസ്ഥാന തത്വം. അപ്പോൾ സൂര്യനാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ സൂര്യൻ്റെ വെളിച്ചം കിട്ടാൻ വേണ്ടി എന്തൊക്കെ പ്രകൃതിയിൽ നമുക്ക് സൗകര്യം ചെയ്യാൻ പറ്റും ആ സൗകര്യപ്പെടുത്തണം എന്നുള്ളത് സകല വൃക്ഷലതാദികൾക്കും അറിയാം, ഓരോ മൃഗങ്ങൾക്കും അറിയാം. പകലെയാണ് സൂര്യൻ നമ്മൾ സംരക്ഷിക്കുള്ളൂ. അപ്പോൾ രാത്രി ആര് സംരക്ഷിക്കും എന്ന് ചോദിച്ചാൽ, അപ്പം നമ്മുടെ പൂർവികർ പറഞ്ഞു വടക്ക് വശത്ത് നക്ഷത്രങ്ങളാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതിൽ പ്രധാന സപ്തർഷി എന്നുള്ള നക്ഷത്രങ്ങളാണ്. അത് വടക്ക് വശത്താണ് ഉദിക്കുക. അപ്പോൾ രാത്രി നമ്മളെ പ്രതിബിംബങ്ങളായ നക്ഷത്രങ്ങൾ സംരക്ഷിക്കും. രാത്രിയും പകലും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൂമി വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരിക്കാവുന്ന വിധത്തിലുള്ളത് വേണം എന്നാണ് തത്വം. വടക്കേ വശത്തുള്ള ഭാഗത്തിന് സുഖാലയം. എന്താണ് സുഖാലയം എന്ന് ചോദിച്ചാൽ, നടുമുറ്റത്തിന്റെ വടക്കുവശം, നടുമുറ്റത്തിന്റെ വടക്കുവശം അല്ലെങ്കിൽ വിങ് എന്ന് കണക്കാക്കുമ്പോൾ പെരയുടെ വടക്കേ വശം മുഴുവൻ കണക്കാക്കാം. എന്താണ് സുഖം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ നിലയ്ക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ലിവിങ് റൂം, ടി വി കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താക്കൾ സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞോ, അങ്ങനെ സുഖമായിരുന്നു വിശ്രമിക്കാനുള്ള ഫാമിലി ലിവിങ് റൂം ഒരു കണക്കിന് വേണ്ടത് വടക്കേ വശത്താണ്. മൃദുപാണി വാനരുഹലോ ചനറാണി സുരുചിരവം ഭരവേണി സുരനുത കല്യാണി നിരുപമ ശുഭഗുണലോല നിരത ജയ പ്രദശീല വരദ പ്രിയ രംഗനായകി വാഞ്ചിത ഫലദായകി. സംഗീതത്തിനും അങ്ങനെ ഒരു വാസ്തുവില് അങ്ങനെ ഒരു ഇടം അല്ലെങ്കിൽ വേദത്തിന്റെ ബന്ധമാണോ? ഭാഗമാണ് ധനുർവേദം ഉള്ളതില് അല്ലെങ്കിൽ സാമവേദത്തില് സാമവേദത്തിന്റെ ഉപവേദമായിട്ടുള്ളതാണ് ഈ ഗാനങ്ങള്. അതിന്റെ ഉദ്ദേശവും ഒരു അനുഭൂതി, സുഖാനുഭൂതി ഉണ്ടാവലാണ് പ്രധാനം. ആ പാട്ട് കേട്ടാൽ സുഖമായി എന്നുള്ള അല്ലെങ്കിൽ സന്തോഷമായി എന്നുള്ളൊരു തോന്നല്. അതാണ് സാമവേദത്തിന്റെ ഉപവേദമായ ഗാന്ധർവവേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഗാന്ധർവവേദത്തിലാണ് ഇത് വരിക.
കിഴക്കിനി അന്നാലയമാണെന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അന്നാലയം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തയ്യാറാക്കാം, ഭക്ഷണം കഴിക്കാം. അത് പാലിച്ചമിക്ക് ഓർമ്മയുണ്ടോ? പണ്ട് പിറന്നാളിന്റെ സാമ്പാർ ഒന്നും അവിയലും ഇലയും പരക്കിയും വെക്കാം. വെള്ളം സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പാത്രത്തിൽ ഇറക്കി വെക്കുക, എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മാരേജ് കഴിഞ്ഞ് ചോറ്റാനിക്കടുത്തുള്ള പുതുവാമനിന്ന് അന്നൊക്കെ വേലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടല്ല, അവിടെ പോയി വെക്കണം. ആ പോയി വെക്കുമ്പോൾ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പോവില്ല, സ്ത്രീജനങ്ങൾ ഉണ്ടാവില്ല, ആണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പോയി വേട്ട് പിന്നെ ആ കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വധുവിനെയും കൊണ്ട് ഇവിടെ വന്ന് കുടി വെക്കണേന്ന് നമ്മൾ കടക്കുന്നത് പടിഞ്ഞാറുന്ന് വേണം. ആളകമ്പടികളോടും മേളവാദ്യഘോഷത്തോടും ആളകമ്പടികളോടും മേളവാദ്യഘോഷത്തോടും ആളകമ്പടികളോടും മേളവാദ്യഘോഷത്തോടും ആളകമ്പടികളോടും മേളവാദ്യഘോഷത്തോടും വാളുമാടമ്പുള്ളോരെ തീവേളിനാളെ എന്നും ചൊല്ലാം. വാളുമാടമ്പുള്ളോരെ തീവേളിനാളെ എന്നും ചൊല്ലാം. യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയി ശ്യാമി സാമി സാധീതം മയാ. തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്കോട്ടുള്ള ഡയഗണൽ, അത് കർണസൂത്രം എന്നാണ് പറയുക. അതേപോലെ എന്തുണ്ട്, തെക്ക് കിഴക്ക് നിന്ന് വടക്ക് പടിഞ്ഞാറോട്ടൊരു സൂത്രമുണ്ട്, അതിന് മൃത്യുസൂത്രം എന്നാണ് പറയുക. അത് തട്ടാൻ പാടില്ല. അതേപോലെ തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് ബ്രഹ്മസൂത്രമുണ്ട്. അതേപോലെ വടക്ക് നിന്ന് തെക്കോട്ടുള്ള യമസൂത്രമുണ്ട്. അപ്പോൾ അത് രണ്ടും ഒപ്പാവാണ്ടിരിക്കാൻ യമസൂത്രത്തിലേക്ക് കുറച്ച് ദൂരം കൂടുതൽ കൊടുക്കുക. അതാണ് ഈ ഡിസ്റ്റൻസ് വ്യത്യാസം. ഇപ്പോൾ ഒരു പണിക്കാരൻ വന്നു വിചാരിക്കുക, ഇപ്പോൾ ആ ഉത്തരപ്പുറം ചുറ്റും ഇത്ര വേണം, ഇത്ര നീളം വീതിയും വെച്ചോ, മുറികൾ ഇത്ര മുറികളായിട്ട് തിരിച്ചോ, ഇന്ന അളവുകൾ തിരിച്ചോ, ബാക്കിയുള്ള ഭിത്തിവണ്ണം വെച്ചാൽ മതി. ഇത് പറഞ്ഞാൽ എന്തുണ്ട്, ആ പണിക്കാരനെ ദിശയുണ്ട്. 134 ഉത്തരക്കീഴിലേക്ക് നോക്കണോ? അത് ഉള്ളിൽ നോക്കണം. അല്ല, ഉത്തരം എന്താ അവിടെ കാണാണ്ട്? ആ, ഇത് മറ്റേ ഉത്തരമായിട്ടു. ആ ഉള്ളിൽ നോക്കിയാലേ കിട്ടുള്ളൂ. അതെ, ആ ഉള്ളിലത്തെ ഉയരത്തിന്റെ നോക്കണം, തട്ടിട്ട ഉയരത്തിന്റെ നോക്കണം അല്ലേ? നാടകശാല പറയാ. ആ നാടകശാല സാധാരണ ഈ 4 കെട്ടെന്നാണ് ചോദിക്കുക. പക്ഷെ ഇവിടുത്തെ ഒരു ചിട്ട വേട്ടക്കാരനുള്ളതുകൊണ്ടാവും ആ 4 കെട്ട് വേറൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ഉയർത്തിയിട്ടുമില്ല. അതുമ്മിൽ വേറെ പ്രയോഗങ്ങളൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ അടുക്കള അടക്കം നീട്ടിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നാടകശാല നീട്ടിയിട്ടില്ല. അതിന് പകരം ആ സൗകര്യത്തിന് വേണ്ടിയിട്ട് പണിതായിരിക്കണം ഇതെന്നർത്ഥം. ഇത് ഒരു നാടകശാലയുടെ സ്ഥാനമാണ്. ചന്ദന ചർച്ചിത നീലകളേവര ചന്ദന ചർച്ചിത നീലകളേവര
ചന്ദന ചർച്ചിത നീലകളേ വര പീതവസന വനമാലി കേളിചലന്മണി കുണ്ടലമണ്ഡിത കേളിചലന്മണി കുണ്ടലമണ്ഡിത ഗണ്ഡ യുഗസ്മിത ശാലി ഹരിരിക മുഗ്ധവധൂനികരേ വിലാസിനി വിലസതി കേളിവരേ ഹരിരിക മുഗ്ധവധൂനികരേ. ഇല്ലങ്ങളിൽ സാധാരണയായി പടിഞ്ഞാറ് നിന്ന് തെക്ക് വശത്തുള്ള ഇടനാഴിയിൽ കൂടെയാണ് നടുമുറ്റത്തേക്ക് കടന്നു വരിക. പ്രാധാന്യം ഉരകൾക്ക് മുഴുവൻ അകത്തേക്ക് കടക്കുന്ന അല്ലെങ്കിൽ നടുമുറ്റത്തേക്ക് കടക്കുന്ന സ്ഥാനത്തിനാണ് പ്രാധാന്യം. പക്ഷെ ഇവിടെ ആ ഇടനാഴിയിൽ ഞങ്ങളുടെ ഇല്ലത്ത് തന്നെ ഒരു പെങ്കിടാവ് ഒരു ചൈതന്യ സ്വരൂപമായി മാറി അവിടെ താഴ്ന്ന് ഇനി എന്നെ കുളത്തിൻ്റെ കടയ്ക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുളത്തിൻ്റെ കരയ്ക്കുള്ള അന്നംകുളങ്ങര ദേവി ക്ഷേത്രം എന്ന രൂപം പ്രത്യക്ഷപ്പെട്ടത്. അവിടെ ക്ഷേത്രം പണി ചെയ്തു. ഒരു ആളൊക്കെ എനിക്കായാലും ഏത് കാസ്റ്റിലുള്ള ആൾക്കാർക്കായാലും രാജാവിനായാലും അപ്പോൾ അവർക്കൊരു ദേവനെ പ്രതിഷ്ഠിച്ച് ആചരിക്കണം പൂജിക്കണം എന്ന് ബോധമുണ്ടായാൽ ആദ്യം വേണ്ടത് ഈ എല്ലാ ഗുണങ്ങളും അറിഞ്ഞ് തന്ത്രി ആചാര്യനെ സ്വീകരിക്കുക. അതെന്തിനു വേണ്ടി? ആ രാജാവിന് വേണ്ടിയിട്ടല്ല രാജാവ് ചെയ്യുന്നത്, ആ രാജയുടെ പ്രജകൾക്ക് വേണ്ടിയിട്ട്. മറ്റത് നമ്മുടെ സ്വന്തമുള്ളത് എന്താ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പരദേവത എന്നുള്ളേക്ക് നമ്മുടെ ഗുണം ഉണ്ടാവാനും. അപ്പം എല്ലാം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഗുണഗണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ശ്രേയസ്സും അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കണതായാലും വേണ്ടി എല്ലതും അങ്ങനെ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതേ ഉള്ളൂ എന്നർത്ഥം. ഉദ്ദേശം ഒന്നുതന്നെയാണ്. ഒരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും നമ്മൾ വിചാരിക്കുന്ന ചൈതന്യം എവിടെ വെച്ചാലാണോ നമുക്ക് ഗുണമുണ്ടാവുക. ഞങ്ങൾ യേശുവിനെ എവിടെ വെക്കണം, അല്ലെങ്കിൽ ഈ മുസ്ലിംസ് ആണെന്ന് വെച്ചാൽ അവരുടെ ആരാധന എവിടെ വേണം. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ദൈവങ്ങളെ വെക്കലല്ല ആരാധനാ സമ്പ്രദായം. അപ്പോൾ അതിന് തത്വം വാസ്തുശാസ്ത്രത്തിൽ ഒന്നേ ഉള്ളൂ, ഗൃഹത്തിൻ്റെ മോർ ദാൻ 50% ആ ദേവൻ്റെ മുമ്പിലിരിക്കണം. ശാസ്ത്രത്തിൽ പറയുമ്പോൾ ഒന്നും മതത്തിനെ പറ്റി എവിടെയും പറയണില്ല. അപ്പോൾ അത് പ്രകൃതിയും കൂടിയും സൂര്യനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹാദികളും കൂടി യോജിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന തരത്തിലാവണം. അതിന് വേണ്ടതാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ. എവിടെ എന്റെ വീട് പട്ടാമ്പി റൂട്ടിലെ മാർക്കറ്റിന് മുന്നിലാണ് ബിൽഡിംഗ്. ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് തെക്കേങ്ങാടിയിലേക്ക് താമസമായി. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഒന്നുമില്ല, പഴയ അങ്ങാടിയാണല്ലോ, കച്ചവടം മുഴുവൻ അതെ ശരിക്ക് നമ്മുടെ സമുദായക്കാര് കൊടുത്തതാണ്. അതന്നെ അമ്പലപ്പള്ളി എന്നാ പറയാ. അതാ ഞാൻ പറയണത്, ഇപ്പോഴും അമ്പലപ്പള്ളിയാണ്. അതെ, വെള്ളിയെടുത്ത് അതെ. അതായത് പണ്ട് മണക്കുളം രാജാവും ചെർളയം രാജാവും ആണല്ലോ ഇവിടുത്തെ അധികാരികള്. അപ്പൊ അവര് കച്ചവടത്തിന് വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്നു.
കച്ചവടത്തിന് വേണ്ടി അവർ പിന്നെ സംരക്ഷണം വേണ്ടേ? അപ്പൊ അവർക്ക് പള്ളി വേണ്ടത് എല്ലാ സ്ട്രീറ്റിലും പള്ളി കൊടുത്തു, വീടുകൾ കൊടുത്തു. അന്നത്തെ കാലം ചാട്ടോളത്തുനിന്ന് ഓടിപ്പിച്ചപ്പോ ഡിപ്പോ ഓടിപ്പിച്ചപ്പോ സഹായം കൊടുത്തത് ഇവിടെ ചെറിയ മണക്കോളാണ് ചെയ്തത് മുഴുവൻ. അതിപ്പോ ഇന്നും കേട്ടോണ്ടിരിക്കുന്ന ഇവിടെ എല്ലാവർക്കും നിശ്ചയം നടത്താം. തീർച്ചയായിട്ടും എല്ലാവർക്കും തലമുറകൾ അടുത്ത തലമുറയാകുമ്പോഴേക്കും അറിയാണ്ടേ ആവും. ഇല്ലില്ല അറിയില്ല. നമ്മുടെ കീഴ്വഴക്കത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. അതന്നെ ഇങ്ങനെ വന്നതാണ്, കുരിശാകൃതിയിൽ ഇവിടെ അങ്ങാടി ഉണ്ടാക്കിയതാണ്, തന്നതാണ് എന്നൊക്കെ പറയും. കാണിപ്പയ്യൂര് ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ആ ഒരു ധാരയിലൊക്കെ വരുന്ന ആളാണെങ്കിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ സമ്പ്രദായം വേറെയാണ്. കാരണം വളരെ സൗമ്യനായിട്ടുള്ള, വളരെ എപ്പോഴും ഒരു സിംപ്ലിസിറ്റി സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏത് കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ വളരെ ലളിതമായിട്ട് അത് ചോദിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. വളരെ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് ആ ശാസ്ത്രം പഠിച്ച് പ്രയോഗിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ശാസ്ത്രം പഠിച്ച് പ്രയോഗിച്ച് വരിക എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും സാധിക്കുന്ന കാര്യമാണോ എന്ന് എനിക്ക് അറിയില്ല. ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ ആർക്കും ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇവർ ഉപയോഗിക്കുന്ന ഇപ്പോൾ മനുഷ്യാലയ ചന്ദ്രിക അല്ലെങ്കിൽ അതുപോലുള്ള ഈ വാസ്തുവിദ്യ, കുറച്ച് എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാമെന്നുള്ള അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു ആന്ത്രപ്പോളജിക്കലായിട്ടും അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി എന്നുള്ള നിലയ്ക്കൊക്കെ അതിൻ്റെ വ്യതിയാനങ്ങൾ, അതിൻ്റെ പുതിയ കാലത്തേക്ക് അതിനെ സംക്രമിപ്പിക്കാനും അതിനെ കൊണ്ടുവരാനും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ. ഇപ്പോൾ പഴയ കാലത്തുണ്ടാകുന്ന ഒരു നാലുകെട്ട് ഉണ്ടാക്കുന്ന പോലെയല്ല ഇപ്പോഴത്തെ ഒരു മനുഷ്യൻ നാലുകെട്ട് ഉണ്ടാക്കുന്നത്. വെളിച്ചവും കാറ്റും വേണം. അതാണല്ലോ ഇപ്പോൾ മുറി അത്രയേ ഉള്ളൂ വെച്ചാലും രണ്ട് ഭാഗത്തേക്കും വെളിച്ചവും കാറ്റും ഒക്കെ നല്ലതായി. അതേപോലെ തന്നെയാണ് പണ്ടത്തെ സിസ്റ്റത്തിൽ ടോയ്ലറ്റോ അങ്ങനത്തെ ഒന്നും അടുത്തുണ്ടാവില്ല. അപ്പോൾ ആ സൗകര്യം കൂടി അവങ്ങിയില്ലാണ്ട് ഇവിടെ ഉണ്ടാക്കി നിർത്തും. അത് സാധാരണ എന്തിനായാലും നമുക്ക് തത്വത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പഴയ വരകളൊക്കെയാണെന്ന് പിന്നിൽ കുറേ സ്ഥലം ഉണ്ടാവും വെറുതെ. ആ സ്ഥലത്തും കൂടി ഉപയോഗപ്പെടുത്തി മാത്രം. അപ്പോൾ ചിലപ്പോൾ ഇത് വന്ന് അങ്ങോട്ടുള്ള ഗേറ്റും അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ള വാതിലുമൊക്കെ കിട്ടും എന്നർത്ഥം. അപ്പോൾ പിൻവശത്ത് എന്ത് ചെയ്തു? പിൻവശത്ത് അപ്പോൾ സൗകര്യമായിട്ട് അവിടെ കാറ് നിർത്താനും ഒക്കെ സൗകര്യപ്പെടുത്തി നിർത്തും. അപ്പോൾ പഴയ ചിട്ടയാണെച്ചാലും പഴയ സ്ഥലമാണെച്ചാലും നമുക്ക് പുതിയ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ പറയേണ്ടതെന്നർത്ഥം. പഴയത് അത് തന്നെ ചെറിയ റീമോഡലിങ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ സൗകര്യം അന്നത്തെ ആ പൂർവികത ഈ അങ്ങാടി മുഴുവൻ അങ്ങനെയാണല്ലോ. വലിയ സ്കൂൾ കെട്ടിടങ്ങളായാലും അതിന് തക്കവണ്ണം കാറ്റും വെളിച്ചം കിട്ടാവുന്ന തരത്തിലുള്ള ഭൂവിസ്താരം വേണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഗൃഹങ്ങളായാലും ഇതേപോലുള്ള വലിയ വലിയ കെട്ടിടങ്ങളായാലും പണിയാം. അപ്പോൾ അതിന് ഇവിടെ കണ്ടതിൽ പലതിനും നടുമിറ്റം കണ്ടു. അതും ഒരു പ്രധാന തത്വമാണ്. കൂടുതൽ വെളിച്ചവും കാറ്റും കിട്ടാനുള്ള സൗകര്യം അത് കിട്ടുകയും ചെയ്യും. വിദ്യ എത്രണ്ട് അഭ്യസിക്കാൻ പറ്റും, അതിന് യുക്തമായിട്ടാണ് ഈ തരത്തിൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് പറയേണ്ടി വരിക. അതേപോലെ തന്നെയാണ് വിഗ്രഹം പണി, ബിംബം പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചല്ലേ ആദ്യം മുതൽക്ക് ഉഷ്ണീഷം വരെ. അപ്പോൾ പീരിയഡത്തിന്റെ ആ കെട്ട് ചെറിയ ഭാഗം കൂടി കൂട്ടണം ഇതുവരെ. അതുവരെ ഇതുകൊണ്ട് അളവൊന്ന് എത്രയുണ്ടോ നോക്കാം. ഇരുപത് വിരലും 3 അങ്കുലം 3 യവം. 20 എന്ന് പറഞ്ഞാൽ 163 യവമാണെന്നാണ് പറയുക. ഇതിൻ്റെ തത്വം സാധാരണ വിരലിലോ കോലിലോ അല്ല പറയുക. ബിംബത്തിനെ സംബന്ധിച്ച് ഇത്ര യവം എന്നാണ് പറയുക. അപ്പോൾ ആ യവം കണക്കാക്കിയിട്ടാണ്. ഇനി പിന്നെ ആ യവം അളവെടുത്താൽ പിന്നെ കഴിഞ്ഞു. ഇനി അതിനെ 9-ലാക്കിയിട്ട് ഒരു അംശം എത്രയോ നോക്കാം. ഇതിന് 9 വിഗ്രഹത്തിന്റെ ഉയരത്തിന് 9 ആ 9 കഴിഞ്ഞാൽ വരുന്ന ഇതാണ് ഒരു താലം എന്ന് പറയുക.
സാധാരണ പറയാം നവതാലം ദശതാലാണ് പുരുഷ രൂപങ്ങൾക്കും സ്ത്രീ രൂപങ്ങൾക്കും പറയാം. ദശതാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെയുള്ള സ്ത്രീയുടെ ഉയരത്തിന് 10 ആക്കും. എന്നിട്ട് ഓരോന്ന് ഇത്ര ഭാഗം. പുരുഷ രൂപമാണെന്ന് വെച്ചാൽ ആകെ 9 ആക്കും. എന്നിട്ട് ഓരോന്ന് മുഖം ഒരു ഭാഗം, കണ്ടം 1/4 ഭാഗം, നെഞ്ഞൊരു ഭാഗം, അവിടുന്ന് വയറിൻ്റെ നാഭി ഒരൊന്ന്. അത് കഴിഞ്ഞാൽ 1/4 താലം മുട്ടിന് ഇവിടുത്തെ അതേ അകലം തന്നെ. അത് കഴിഞ്ഞാൽ 2 താലം വീണ്ടും പാദത്തിന്. അവിടുന്ന് ലിംഗാന്തം 1, മുട്ട് 2, ഇങ്ങനെയാണ് കണക്കാക്കിയിട്ട് ചെയ്യണം. ഇതിൻ്റെ ഭാവങ്ങൾ പറയുമ്പോഴാണ് ധ്യാന ശ്ലോകം കൊടുക്കുക. അപ്പോൾ ധ്യാനപ്രകാരം ആയുധങ്ങൾ എന്താണ്? അവർ രൗദ്രഭാവമാണോ, കണ്ണുരുട്ടി പിടിച്ചുണ്ടോ, പല്ലൊരുക്കി അല്ലെങ്കിൽ ദംഷ്ട്രങ്ങളുണ്ടോ, അപ്പോൾ അതൊക്കെ അവർ നോക്കി ശരിയാക്കണം. താലത്തിൻ്റെ വംശകം എത്രയാണോ അത് അദ്ദേഹം പറഞ്ഞു തരികയും ആ ഡിവൈഡ് ചെയ്യുന്ന രീതികളെക്കുറിച്ചും പറഞ്ഞു തന്ന് വ്യക്തമാക്കിയതിന് ശേഷം ആ കല്ലെടുക്കാൻ ഞങ്ങൾ പോവുള്ളൂ. ആ കല്ലെടുത്ത് പണി പകുതിയായാൽ അദ്ദേഹം വന്ന് ആ പരിശോധന നടത്തും. അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം തന്നെയാണോ ചെയ്തിരിക്കുന്നത്, ആ കണക്കിന് പണികളിൽ വല്ല വ്യത്യാസങ്ങളുണ്ടോ എന്ന് അദ്ദേഹം ഓല പൊട്ടിച്ച് അതിൻ്റെ അംശപ്രകാരമുള്ള അകലങ്ങൾ 2 ഭാഗത്തേക്കും വെച്ച് ഓരോ ഭാഗത്തേക്കും ഉയരം ശരിയാക്കി കൃത്യമാണെന്ന് ബോധ്യം വരുത്തിയാൽ മാത്രമേ അത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ തെറ്റുണ്ടെങ്കിൽ തിരുത്തിയതിന് ശേഷം പോകാൻ കഴിയുള്ളൂ. ഞാൻ 70 മുതൽക്ക് പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ നാട്ടിൽ അവിടെയും ഇവിടെയൊക്കെ പോയി വരിക. ഇനി ഏറിയാൽ ഡൽഹി മുതലായ സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ ദിക്കിലും അയ്യപ്പൻ്റെ അമ്പലം. ആ കാലത്ത് ആ കാലവും എൻ്റെ കാലവും രണ്ടും കൂടി വന്നപ്പോൾ 76 മുതൽക്ക് ധാരാളം കേരളത്തിൻ്റെ പുറത്തുള്ള പല ക്ഷേത്രങ്ങളുടെ ആവശ്യം, അയ്യപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, അയ്യപ്പ ക്ഷേത്രങ്ങൾ പണിയാൻ വേണ്ടി ധാരാളം പോയിട്ടുണ്ട്. അങ്ങനെ പല ദിക്കിൽ എത്തിയിട്ടുള്ള പരിചയം വെച്ചിട്ടായിരിക്കണം അന്ന് എന്നെ ഹോളണ്ടിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ മഹർഷി മുഖാന്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വിട്ട് പുറത്തു പോകാനുള്ള സംവിധാനങ്ങളും ഉണ്ടായത്. 85 ബോംബെയിൽ ഞങ്ങൾ മുള്ളണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളടത്തേക്ക് വട്ടശ്രീകോലായിട്ടാണ് ആദ്യം അങ്ങനെ പണിയേണ്ടി വന്നു. അങ്ങനെ ഒട്ടും അറിയില്ല, ഈ പണിയണ ആൾക്കും അറിയില്ല, എനിക്കും ഇതിനെ പറ്റിയിട്ട് അത്ര ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, ഒഴിവുള്ളപ്പോഴൊക്കെ സംശയം ചോദിച്ച് മനസ്സിലാക്കി വളരെ വിജയകരമായിട്ട് വളരെ ഭംഗിയായിട്ട് മരപ്പണി ചെയ്തു കൊടുത്തു ബോംബെയിലേക്ക്. ക്ഷേത്രങ്ങളിലെ തറയുടെ ഭാഷ പഞ്ചവർഗം, അംശിച്ച തറ 24 അംശകം, 14 അംശകം എന്നീ തറകളുടെ പാതകം, ജഗതി, കുമുദം, ഗളം, പടി, കമ്പം എന്നീ അവയവങ്ങളോടുകൂടി പണിയാൻ അതെന്താണെന്ന് പോലും ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നതും പിന്നെ തച്ചുശാസ്ത്രം പരമായിട്ട് കണക്കുകളുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും നിർദ്ദേശിച്ച് തന്നതും എല്ലാം മനസ്സിലാക്കി തന്നതും തിരുമേനിയുടെ ഒരു വലിയ മനസ്സിൻ്റെ ഒരു നന്മ കൂടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നിലയിൽ ഇപ്പോൾ ഒരു 1000-ഓളം ക്ഷേത്രങ്ങൾ, 1000-ൽ കൂടുതലോ എന്ന് പറയാൻ പറ്റില്ല, അത്രയും ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രം മുതൽ മഹാക്ഷേത്രം വരെ പിന്നെ ഇന്ത്യയിലെ പല ഭാഗത്തും പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും വരെ പണിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് തിരുമേനിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഉയരം കുറച്ച് കൂടുതലാണ്, എനിക്കൊരു ചെറിയൊരു താല്പര്യം തോന്നണത് ഇത് രണ്ട് ഏതെങ്കിലും ഒരു ഈ ഒരു ഈ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം പണിക്കാരനെയാണ്. ശാസ്ത്രത്തിൽ ഇന്ന വേണത്തിൽ വേണമെന്നൊക്കെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് പണിയേണ്ടേ പറയാൻ പറ്റില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം എന്താണ്, ഇപ്പോൾ തൂക്കായിട്ട് പണിയണം. അപ്പോൾ ഒരു കല്ല് കെട്ടി തൂക്കി എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് പണിതുള്ളൂ വരും. അതേമാതിരി മുറിക്കണം, ഇന്ന ഇതിൽ മുറിക്കണം, അതൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവർ തത്വം അതേമാതിരി എങ്ങനെയാണ് ഈ പറഞ്ഞത് ചെരിഞ്ഞ മേപ്പര ഉണ്ടാക്കേണ്ടത്, അത് അവർക്കൊരു തത്വമുണ്ട്. വീതിയോളം ഉയരം വെച്ചാൽ നല്ല സ്ലോപ്പായി, അതിനേലും കുറച്ചാൽ അത് കുറഞ്ഞു. അപ്പോൾ അതൊക്കെ അവർക്ക് ആ പ്രിൻസിപ്പിൾ നിശ്ചയമുള്ളൂ. പക്ഷേ അതൊക്കെ നമുക്ക് ഒപ്പം ഇരുന്ന് പണിയുമ്പോൾ ആ തത്വങ്ങളൊക്കെ അറിയാമെന്നർത്ഥം. കോടാനുകോടി ജീവജാലങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ് ഈ ഭൂമി. നമുക്ക് മാത്രമല്ലോ, നമ്മൾ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉടമസ്ഥനാണെന്ന് പറയുക. പക്ഷേ അതൊക്കെ എറുമ്പിനും പല്ലിക്കും പെറുകാലിക്കും പാറ്റയ്ക്കും ജീവജാലങ്ങൾക്കും ഒക്കെ വിധിക്കപ്പെട്ടതാണ്. ആ വിധിക്കപ്പെട്ട ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറയുന്ന കോടാനുകോടി ജീവജാലങ്ങളിൽ ഒന്നായ മനുഷ്യൻ എന്ന് പറയുന്ന ജീവജാലം ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് വാസ്തുവിദ്യ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ആധുനിക എഞ്ചിനീയർമാരെ എൻവയൺമെൻറ്റ് സയൻസ് എന്ന നിലയിൽ ഇതിലേക്ക് നയിച്ചത്.
അത് വളരെ വിജയകരവും വിപ്ലവകരവുമായ ഒരു സമീപനമായിരുന്നു. 2007 മുതലൊക്കെ അല്ലെങ്കിൽ 2005 മുതൽക്കാണ് ഇവിടെ കമ്പ്യൂട്ടറൊക്കെ വന്നത്. അപ്പോൾ അന്ന് ഞാൻ 95 ഹോളണ്ടിൽ പോണ കാലത്ത് അവിടുന്ന് അവരൊക്കെ കമ്പ്യൂട്ടറിൽ വരയ്ക്കണ കണ്ടുണ്ട്. പക്ഷേ ആ കമ്പ്യൂട്ടറിൽ വരച്ചതൊന്നും എനിക്ക് അന്ന് പഠിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള തത്വത്തിൽ ഞാൻ പോയില്ല. പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷം ഇവിടേക്കും ആ കമ്പ്യൂട്ടറൊക്കെ വന്നടങ്ങിയപ്പോൾ ഇവിടെയും അതുണ്ടായി എന്നർത്ഥം. ഈ 5-2 ശ്രീകോവിലാണ് വെച്ചാൽ ഉയരം എത്ര വെക്കേണ്ടത്? തറ ഉയരം 1.4, ഭിത്തി ഉയരം 2.8. ആകെ എത്ര ഉയരം വേണം? 5-2 അതിൻ്റെ പകുതി എടുത്തോളൂ, 2-15. അപ്പോൾ 13, 5-2, 7-13 ഉയരമുള്ള ഒരു വര വരയ്ക്കാം ചുവട്ടിലേക്ക്. സാധാരണ പലപ്പോഴും നമ്മൾ ഇത്തരം വാസ്തുവിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ കുറേയും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആക്കാറാണ് പലരുടെയും പതിവ്. പക്ഷേ തിരുമേനിക്ക് കാര്യത്തിൽ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള നിലയ്ക്ക് ചോദിക്കുമ്പോൾ ആ ഒരു ഭാഷയിൽ പറഞ്ഞു തരാനുള്ളൊരു കഴിവുണ്ട്. അതേസമയം ഒരു സാധാരണക്കാരൻ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവ് വളരെയധികം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ കണക്കുകളും ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കൃത്യമായിട്ട് പെട്ടെന്ന് പറഞ്ഞു തരാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ട് കിട്ടിയതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ സംശയങ്ങൾ അമ്പലത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു സംശയമായിട്ട് വരുമ്പോഴാണല്ലോ പലപ്പോഴും നമ്മൾ ഇദ്ദേഹത്തിനെ സമീപിക്കാറ്. അപ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. നമ്മൾ കൽപ്പിക്കുന്ന വ്യത്യസ്തമായ ആ ചൈതന്യ സ്വരൂപത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏക ചൈതന്യ സ്വരൂപത്തിന് വേണ്ടിയിലേക്ക് യോജിപ്പിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അതേ ചെയ്യുന്നു. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതങ്ങനെയല്ല എന്ന് പറഞ്ഞു തരുമ്പോഴും ഒരു സ്വന്തം അനിയനോടോ മക്കളോടോ പറയുന്ന ആ ഒരു സ്നേഹവും സ്വാതന്ത്ര്യവും ഔദ്യോഗികമായിട്ട് എൻ്റെ ഗുരുസ്ഥാനത്തൊന്നും അല്ലെങ്കിൽ പോലും ഒരുപാട് ട്രിക്സ് ഇത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണേട്ടൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് അത് മനസ്സിലാക്കി തരാവുന്ന ഒരു പിന്നെ കഴിവും അദ്ദേഹത്തിനുണ്ട്. മരത്തിന് ക്ഷാമം വന്നപ്പോൾ മരം മാറ്റി കോൺക്രീറ്റ് കൊണ്ട് കഴുക്കോലുണ്ടാക്കിയിട്ട് അതുപോലെ ഉപയോഗിച്ചിട്ടുള്ള ക്ഷേത്രത്തിനും ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ വീടുകൾക്കും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ധൈര്യമായിട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുട്ടവാനാണ്. അത് തൃശ്ശൂരുള്ള പല ആർക്കിടെക്റ്റ് തന്നെ അത് വിജയിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ വന്നിട്ട് തന്നെ അഭിനന്ദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പ്രസ് സ്ഥാപിക്കുകയും ഈ പ്രസ് എന്തിനു വേണ്ടി സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇപ്പം എൻ്റെ സ്മരണകൾ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു സമൂഹം ആദ്യം ഇവിടെ ജീവിച്ചു വന്നിരുന്നത്, അവരുടെ ആചാരങ്ങൾ എന്താണ്, അനുഷ്ഠാനങ്ങൾ എന്താണ്, അവരുടെ പേരുകൾ എന്താണ്, സാമൂഹ്യ അവസ്ഥ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴത്തെ അധികം വാസ്തുശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഈ വാസ്തുവിദ്യ അറിയുന്ന ആൾക്കാർ അത് നോക്കി കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ആ ഒരു വിഷയത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാറില്ല. അപ്പോൾ ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ടാവും, അവർ ജ്യോത്സ്യം നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർക്കൊരു ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു അറിവിനെ ഉപയോഗിക്കുക എന്നതിനപ്പുറം പോകുന്നത് അധികം കണ്ടിട്ടില്ല. അതിന് വളരെ അതൊന്ന് മാറി നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ മുത്തപ്പൻ ജനിച്ച കൊല്ലം, അതായത് 1966 ഇവിടെ കടലാസ് വന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം തന്നെ അന്ന് തൃശ്ശൂർ PWD ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പ്ലാൻ വരയ്ക്കാനും ഒക്കെ പഠിച്ചു. എന്നിട്ട് ആ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽക്ക അല്ലെങ്കിൽ ആ മുത്തപ്പൻ മുതൽക്കാണ് പ്ലാൻ വരച്ചു കൊടുക്കുക. എലിവേഷൻ അന്നും അത്ര ആയില്ല, എന്നാലും കുറേ എലിവേഷൻ വരച്ചു കൊടുത്തായിരുന്നു. എലിവേഷൻ സെക്ഷൻ എന്നുള്ള ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്നത്തെ പണിക്കാർക്ക് വേണ്ടത് മുഴുവൻ വരച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഇത് വരുത്തിയത് മുത്തപ്പനാണ്. പുരോഗമനം എന്ന് പറയുന്നത് എന്ത് കണ്ടിട്ട് ഇപ്പം എൻ്റെ മുത്തപ്പനും ശങ്കരൻ നമ്പൂതിരിപ്പാടും വെച്ചാൽ അത് എന്താ കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ വേനൽക്കാലമായി അദ്ദേഹത്തിന് ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ 2 മാസം മേടം മീനെന്നുള്ള 2 മാസത്തിലും പോയി ഊട്ടി ചെന്ന് താമസിക്കും. കുറേ പ്രായമായപ്പോൾ ഊട്ടി പോയി താമസിക്കാൻ പറ്റാണ്ടേ തുടങ്ങി.
അപ്പോൾ എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് ഏറ്റവും ആദ്യം കുന്നംകുളത്ത് ഈ വീട്ടിൽ എയർ കണ്ടീഷൻ ചെയ്തത് അദ്ദേഹം. എയർ കണ്ടീഷൻ മാത്രമല്ല, ഓവർഹെഡ് ടാങ്ക് പണിത് കിണർ ബോർ ചെയ്ത് വെള്ളം ഉണ്ടാക്കി വാട്ടർ സിസ്റ്റം, റണ്ണിങ് വാട്ടർ സിസ്റ്റവും ഏറ്റവും ആദ്യം കുന്നംകുളത്ത് ഉണ്ടായിട്ടുള്ള മുത്തപ്പനാണ്. ആയിട്ടുള്ള കുന്നംകുളത്തെ നടാടെ ഒരു സ്വന്തം കാറുള്ളത് മുത്തപ്പനായിരുന്നു, ശങ്കരദൂരിപ്പാടിനായിരുന്നു. 1955 അദ്ദേഹം കാറ് വാങ്ങി. പ്രാചീനേഗ്നി സമർച്ചനാധികമുദീചീനേ കുടുംബാധികം വ്യത്യസ്യ പ്രകരോധു വാ ദ്വയമിതം യാമേതിഥി പ്രീണനം പാശ്ചാത്യേ ധനസന്നിധാപനമതോദ്വന്ദ്വം വിപര്യസ്യ വാ ശേഷാർദ്ധേതു തയോർദ്വയോः ശയന വിദ്യാഭ്യാസനാദ്യം ചരേത്. ഞങ്ങളുടെ പൂർവികർ തുടർന്നു വന്ന ആ ഗ്രന്ഥങ്ങളൊക്കെ വീണ്ടും പകർന്നു കൊടുക്കുകയും അതേപോലെ തന്നെ ഇനിയൊരു തലമുറയ്ക്ക് വേണ്ട വിധത്തിൽ നിലനിർത്താനുള്ള സംവിധാനമാണ് ഇത് പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടാക്കിയത്. പുതുതായി പഠിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വേണ്ടുള്ള സകല സൗകര്യവും ഇവിടെയുണ്ട്. അത് പല പല ഗ്രന്ഥങ്ങളും പലതും ശേഖരിച്ചതും ഒക്കെ ഉള്ളത് കാരണം ഭാഷാചരിത്രമുള്ള ഉള്ളൂരിൻ്റെ ഭാഷാചരിത്രം, അതേപോലെ വടക്കങ്കൂറിൻ്റെ കേരള സാഹിത്യ ചരിത്രം മുതലായ പുസ്തകങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിനും പുറമെ വിശ്വവിജ്ഞാനകോശം, സർവവിജ്ഞാനകോശം, സർക്കാരിൻ്റെ 18 എഡീഷനായിട്ടുള്ള സർവ്വവിജ്ഞാനകോശമുണ്ട്. ആറന്മുളയിൽ യുനെസ്കോ അംഗീകൃത കേന്ദ്രമായ വിജ്ഞാന കലാവേദി എന്ന് പറയുന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഫ്രഞ്ച് വനിതയായ ലൂബ ഷീൽഡാണ് ആദ്യമായി പാരമ്പര്യ ശാസ്ത്രമായ വാസ്തുവിദ്യയ്ക്ക് ഒരു സ്ഥാപനമോ ഇല്ലെങ്കിൽ അത് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ലൂബ ഷീൽഡ് മാഡത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാണിപ്പയൂർ തിരുമേനിയാണ് കൃത്യമായി ഇത് എങ്ങനെ രൂപകൽപ്പന ചെയ്യണം എന്ന് പറഞ്ഞ് തന്ന് മനസ്സിലാക്കി. അങ്ങനെ ആറന്മുളയിൽ ഈ സ്ഥാപനം ആരംഭിച്ചു. കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം ഡീനായി ആണ് സ്ഥാപനം ആരംഭിക്കുന്നത്. ഒരിക്കൽ ചെന്നപ്പോൾ മഹർഷി പറഞ്ഞു, മഹർഷി താമസിക്കണ പേര 45 ഡിഗ്രി ചെരിഞ്ഞിട്ടാ. അപ്പോൾ ഒരു നാലുകെട്ട് തന്നെയാണ്, പഴയ ചർച്ചാണെന്ന് വയ്ക്കുക. അപ്പോൾ ഒരു വിങ്ങ് വടക്ക് കിഴക്കോട്ടാ മുഖം എന്ന് കഴിഞ്ഞാൽ ഒന്ന് തെക്ക് കിഴക്കോട്ടാ, ഒന്ന് വടക്ക് പടിഞ്ഞാറോട്ടാ. അങ്ങനെ 4 കോണുകളിലേക്കാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇവിടെ ഒരാൾ ശാസ്ത്രക്കാരൻ വന്ന് പറഞ്ഞു, തെക്ക് കിഴക്കോട്ട് അഗ്നികോണിലേക്ക് പാടില്ല, നല്ലത് വടക്ക് കിഴക്കോട്ടാണ് കട്ടള വയ്ക്കുക, അതുകൊണ്ട് ആ കട്ടള മാറ്റണം, അപ്പുറത്തുനിന്ന് വന്നാൽ മതി എന്ന് കയറി വരുന്നത്. എങ്ങനെ നല്ലതല്ലേന്ന് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ശാസ്ത്രപ്രകാരം ഞങ്ങൾ പഠിച്ചല്ല, ശാസ്ത്രപ്രകാരം തെക്കിന് പടിഞ്ഞാറ്റി വടക്കിന് കിഴക്കിന് നല്ല ഗ്രഹങ്ങളായിട്ട് ദിശയ്ക്കനുസരിച്ച് പണിയാം. അതേ സ്ഥാനത്ത് തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ഇങ്ങനെ 4 കോണുകളിൽ നിന്നുള്ള ദിശകളാണെച്ചാൽ അതിന് ശാസ്ത്രം സൂചിപ്പിക്കുന്നത് അതിനുള്ള ഭയം, കലഹം, ചപലത, കുലനാശം, ഇങ്ങനെ 4 ദോഷങ്ങളാണ് ഈ കോണുകൾക്ക് തിരിഞ്ഞിരുന്നാൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് മഹർഷിയോട് എന്ത് കേമാന്ന് പറയാൻ പറ്റില്ല. മഹർഷിക്ക് സൗകര്യം പോലെ തിരഞ്ഞെടുക്കാം. കുലനാശ വേണ്ടച്ചാൽ അതിനനുസരിച്ച് എടുത്തോളൂ, അതല്ല ഭയ വേണ്ടച്ചാൽ അത്, കലഹ വേണ്ടച്ചാൽ അത്, ഏതൊക്കെ തിരഞ്ഞെടുത്തു, എനിക്ക് ഇന്നതാ ഭേദമെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു. കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ഒരു മാസം ഞാൻ ചെല്ലുമ്പോഴേക്കും ഞാൻ വരണത് കാത്തിരിക്കുക. ഉടനെ അപ്പുറത്ത് വേറെ സ്ഥലം നോക്കി കൃത്യദിശയിൽ പെരയ്ക്കുള്ള കുറ്റിയടിച്ചു. 6 മാസത്തിൻ്റെ ഉള്ളിൽ പെര പണിത് അങ്ങോട്ട് താമസം മാറ്റി. പിന്നെ മഹർഷി പറയാറുണ്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം വളരെ സുഖമാണെന്ന്. കോഴിക്കോട് പന്നിയങ്കര ദുർഗാക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു നിർമ്മാണം മുഴുവൻ ഏതാണ്ടൊക്കെ തീർന്ന അവസ്ഥയിലെത്തിയിട്ട് അത് ക്വാളിറ്റിയും ഇല്ല, വാസ്തു എന്ന് പറയുന്നത് അടുത്തുകൂടി പോയിട്ടില്ല. നിർമ്മാണം എല്ലാം കഴിഞ്ഞ് അവർക്ക് 1-2 കാര്യങ്ങൾക്ക് അനർത്ഥം അനുഭവപ്പെട്ടപ്പോൾ ഒരു ദിവസം നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഈ പണിയെടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, നിങ്ങളെങ്ങനെയാണ് ഇത് അങ്ങനെ കണക്കില്ല എന്ന് പറയാം, ഇത് കാണിപ്പോയിരുന്നതാ കണക്കാണ്. ഞാൻ വെറുതെ ഒന്ന് ഡയൽ ചെയ്ത് കൃഷ്ണേട്ട ഞാനാണ് വിളിക്കുന്നത്, ഇങ്ങനെ പന്നിയങ്കര എന്നൊരാളൊരു പണിതിട്ടുണ്ട് വീട്, അതിൽ കൃഷ്ണേട്ടൻ കണക്ക് കൊടുത്തു എന്ന് പറയുന്നു. കണക്ക് കൊടുത്തിട്ടൊന്നുമില്ല, വീടിന് യാതൊരു കണക്കുമില്ല, കൃഷ്ണേട്ടൻ കണക്ക് തന്നതാണെന്ന് പറഞ്ഞിട്ട് ഈ വേദിയിൽ വെച്ചിട്ട് ഇപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് കൃഷ്ണേട്ടൻ പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ലെറ്റർ പേഡിൽ വരച്ച് കൊടുക്കാതെ, അങ്ങനെ പലരും പലതും പറയും,
അന്ന് ലൗഡ് സ്പീക്കറുണ്ട് എന്ന് വ്യക്തമായ മറുപടി പറഞ്ഞു. ഇദ്ദേഹം ആ വീതിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. പിന്നീട് വന്നിട്ടില്ല. ആ വീട് മുഴുവൻ പൊളിച്ച് 16-18 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് പണിതിരിക്കുന്ന വീട് മുഴുവൻ പൊളിച്ചിട്ട് രണ്ടാമത് പണിയാണിപ്പോൾ. 2017 ഈ പ്രദേശത്ത് മാത്രം അടിച്ചൊരു ഒരു കാറ്റ് ഇങ്ങനെയാണ് പോയുള്ളൂ, അവിടെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് പോയിട്ടില്ല. നമ്മുടെ മേൽക്കൂരയ്ക്ക് നാശം ഉണ്ടായപ്പോൾ അപ്പോൾ അതിൽ ഓടി വന്ന കാരണം ഈ പ്രൗഢിയും പൗരാണികതയും നഷ്ടപ്പെട്ടു പോകരുന്നുള്ളൊരു സന്തോഷത്തിൽ ഓടി വന്നതിന് നമുക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്മരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ഉയരത്തിലും കാര്യത്തിലും അന്ന് വന്നപ്പോൾ അത് ഒരു ചെറിയ മാറ്റം വരുത്തി അത് ശരിയാക്കി എന്നർത്ഥം. ഇനി അങ്ങനെ ഒന്ന് സംഭവിക്കാതെ പ്രകൃതി അണച്ചാലും നമുക്ക് അതിലും ചില കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തിട്ടുണ്ടെന്ന്. അതെ, പഴമ നിലനിർത്തിയും കൊണ്ട് ചെയ്തു എന്നർത്ഥം. ശാസ്ത്രം അതിലേക്ക് യോജിപ്പിച്ചതും അത് യുക്തികളെ കൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും അത് തൃപ്തിയായി എന്നർത്ഥം. അപ്പം അതാണ് നമ്മുടെയൊക്കെ ഒരു കുരുത്തം. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ കൃഷ്ണ. നമ്മുടെ ദേഹവും ഒരു ക്ഷേത്രമാണ് എന്നുള്ള ധാരണയോടുകൂടി ആ ക്ഷേത്രം പണി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഗൃഹസംവിധാനവും. അവിടെ സൂക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ദേഹമാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ക്ഷേത്രമായ ദേഹം എന്ത് തുലനത വരുത്തുവാൻ തക്കമുള്ള ഗൃഹങ്ങളാണ് നമുക്ക് നിർമ്മിച്ച് സ്വസ്ഥമായ ജീവിതത്തിനും ജീവിത ഐശ്വര്യത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും വഴിവെക്കുക. അതാണ് ചിത് ആനന്ദ് എന്ന് പറയും. ക്ഷേത്രമായാലും ഗൃഹങ്ങളായാലും പ്രാസാദങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ പ്രസാദം ഉളവാക്കൽ മുറികളുടെ അളവുകളെ കൊണ്ടായാലും രൂപഭാവങ്ങളെ കൊണ്ടായാലും സന്തോഷം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രധാന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയേണ്ടി വരും. അതിൽ ശാസ്ത്രത്തിൽ എങ്ങനെയൊക്കെ സൂചനകളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതേവരെ, അല്ലെങ്കിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടി വരിക. അത് ഒരു കണക്കിന് പറയുകയാണെന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ മറ്റുള്ള കഴിവുകളെ കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ വന്ന് സംഭവിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സർവശാസ്ത്രവിഹിത ക്രിയാപടു സർവഥാ അവഹിതമാനസ ശുചി ധാർമ്മികോ വിഗത മത്സരാധികോ യസ്തപതിരസ്തു സത്യവാക് സ്തപതി സ്ഥാപനാർഹസ്യാൽ സർവശാസ്ത്ര വിശാരദ ന ഹീനാംഗോതിരിക്താംഗോ ധാർമ്മികസ്തു ദയാപര ചിത്രജ്ഞ സർവദേശജ്ഞ സത്യവാദി ജിതേന്ദ്രിയ സുനാമാ ദൃഢബന്ധുശ്ച വാസ്തുവിദ്യ അബ്ധിപാരക